ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യം മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഹേർട്ട് ചക്രയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Accelerated motion. Patience and planning. Solitude. ടെംപ്റ്റേഷൻ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ്, the world, temperance, Queen of Swords, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ഫൂളാണ്. തുടക്കം, ജീവിതത്തിൻ്റെ തുടക്കം. നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടെ എടുത്തിട്ട് റീഡ് ചെയ്യാവേ. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഹേർട്ട് ചക്ര. ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 7 ചക്രാസിൽ നാലാമതായി വരുന്നത് 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റൂട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് വരുന്നത്. റൂട്ട് ചക്ര ചുവന്ന കളറിലേത്. 7 ചക്രാസിനെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടും. നല്ല ഹെൽത്തിലും വെൽത്തിലും ഒക്കെ നിങ്ങൾക്കൊരു പ്രോഗ്രസ് ലഭിക്കുന്നതാണ്. ഇവിടെ നാലാമതായി വന്നിരിക്കുന്നതാണ് ഹേർട്ട് ചക്ര എന്ന് പറയുന്നത്. ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ്? ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഇങ്ങോട്ടും ലഭിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഹേർട്ട് ചക്ര എന്ന് പറയുന്നത് ഹൃദയഭാഗത്തുള്ള നാലാമത്തെ ചക്രയാണ്. പച്ച നിറത്തിലുള്ളതാണ് എന്ന് കാണാം. അപ്പോൾ അതിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല പ്രയോജനമാണ് ലഭിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും. നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം ആകർഷിച്ചു വരും. അതുവഴി വെൽത്ത്, ഹെൽത്ത് ഒക്കെ നിങ്ങൾക്ക് നല്ല മാറ്റം
ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കും. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി റോസ് ക്വാർട്സ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഹൃദയമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഹൃദയ ഭാഗത്തുള്ള ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുക്കുക. ചിലർക്കൊക്കെ ആക്റ്റീവായിരിക്കണം അങ്ങനെ തോന്നുന്നുണ്ട്, കാരണം ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന എക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ ഈ ഒരു ചക്രയെ ആക്റ്റീവാക്കി എടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും സ്നേഹം നഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ സ്നേഹം ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹം കിട്ടുന്നില്ല, മറ്റുള്ളവരുടെ ഒരു പ്രണയം തോന്നുന്നു, അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു തോന്നുന്നില്ല, ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിലരെയൊക്കെ പ്രണയിക്കുക, ആ പ്രണയം നിങ്ങൾക്ക് അതുപോലെ തിരിച്ചു കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് ഇങ്ങനെ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ എടുക്കാവുന്നതാണ്. ഈ ചക്രയെ ആക്റ്റീവാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല പ്രയോജനം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ആക്സിലറേറ്റഡ് മോഷനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ 8 ആണ് നമ്പർ, കണ്ടില്ലേ? 888 പോർട്ടൽ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട്, ആകർഷിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് ഹെൽത്തോ വെൽത്തോ ഒക്കെയും, വെൽത്തിനാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം. 888 പോർട്ടലിന് തീർച്ചയായിട്ടും ലയൺ ഗേറ്റ് തുറക്കുന്നത് എന്തിനു വേണ്ടി? വെൽത്ത് തരാൻ വേണ്ടിയാണ്. നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു എനർജി കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ 8 എന്നുള്ള നമ്പറാണ്. നിങ്ങളിലേക്ക് പലർക്കും അത്തരത്തിലുള്ള ഒരു എനർജി കണക്റ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റേതായ ഒരു പ്രകാശം, അതിൻ്റേതായ ചില ചലനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ ഹെൽത്തും വെൽത്തും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്ന. വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ്. തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ ഒക്കെ നിങ്ങളിലേക്ക് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയുമായിട്ടാണത്. ഈ ഒരു സമയത്ത് തന്നെ നല്ല സ്ട്രെങ്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. പല സ്പിരിച്വൽ വേയിലൂടെയൊക്കെ പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അത് സാധ്യമാക്കാനുള്ള, അല്ലെങ്കിൽ അത് സാധ്യമാകാനുള്ള എനർജി ഇവിടെ കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നതായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടക്കം വന്നിരിക്കുന്നു. 8 എന്നുള്ള നമ്പർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടില്ലേ, ഇവിടെ ആക്സിലറേറ്റഡ് മോഷനാണ്. ഒരു പ്രകാശം നിങ്ങൾ കണ്ടുവരുന്നു. ആ ഒരു പ്രകാശം നിങ്ങളിലേക്ക് വളരെ നല്ല സ്പീഡിലുള്ള ഒരു ചലനം ഉണ്ടാക്കുന്നതാണ്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ചലനമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക, ഒരുപാട് പ്രേ ചെയ്യുക, സ്പിരിച്വൽ വർക്ക് ചെയ്യുക, ഇതൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, 7 ആണ് നമ്പർ, ഓർത്തിരിക്കണം. അതുകൊണ്ട് 8, 7 കണ്ടില്ലേ? അപ്പോൾ ആ ഒരു ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് പേഷ്യൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും, അത് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? അപ്പോൾ ക്ഷമയോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. തിരിച്ചറിവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? കുറേയൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അല്ല, വെറുതെ തിരിച്ചറിവ് ഉണ്ടാകില്ല. അനുഭവിച്ച് അറിയുന്ന ജ്ഞാനം, അനുഭവജ്ഞാനം, അതാണ് പറയുന്നത്. ജ്ഞാനവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്. ജ്ഞാനം കേട്ടറിയുന്ന ജ്ഞാനം, വിജ്ഞാനമോ അനുഭവിച്ചറിയുന്നത്. അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല നോളജ് വരുന്നുണ്ട്, അറിവ്, വിജ്ഞാനം ഉണ്ടാവുന്നുണ്ട്. അതുവഴി നിങ്ങൾ ക്ഷമയോടുകൂടി പല കാര്യങ്ങൾ, ഇതുവരെ ധൃതി പിടിച്ച് മുന്നോട്ട് പോയിരുന്ന ആൾക്കാർ ഇപ്പോഴെന്താണ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്? പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അല്ല എങ്കിൽ നിങ്ങൾ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ. പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, മഞ്ഞ കളർ, ഇവിടെ മഞ്ഞ കളറുണ്ട്, പച്ച കളർ ഈ ഒരു കാർഡിൻ്റെ. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ, ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ. കണ്ടില്ലേ, സ്നേഹവും വരുന്നുണ്ട്, സമൃദ്ധി, ഐശ്വര്യം ഒക്കെയും വരുന്നതാണ്. ഈ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
അതുപോലെ അടുത്തതായിട്ട് സോളിറ്റ്യൂഡാണ് വന്നിരിക്കുന്നത്. ഏകാന്തവാസമാണ്. പലർക്കും ഏകാന്തവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള മതപരമായ ഗ്രന്ഥങ്ങളുടെ പഠനമാണ്. അത് വായിക്കുക, അത് വായിച്ചിട്ട് അതിലൂടെ മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് ആൾക്കാരെയൊക്കെ മനസ്സിലായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒറ്റയ്ക്ക് ദൈവികമായിട്ടുള്ള ഒരു ചിന്തകളിലേക്ക് നിങ്ങളുടെ ആ ഒരു ജീവിതം സമർപ്പിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നു. എന്തായാലും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ കുറച്ചൊന്ന് അകന്നു മാറിയിരിക്കാനും, അല്ലെങ്കിൽ ഭൗതികപരമായ ആ സന്തോഷങ്ങളെ നിങ്ങൾ ഒന്ന് വിടുതൽ ചെയ്തുകൊണ്ട് ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ചിലപ്പോൾ രാമായണം വായനയാവാം, അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരിക്കാം. രാമായണം, ഭാഗവതം, അല്ല എങ്കിൽ ഖുറാനാവാം, ബൈബിളാകാം, എന്തും ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള മതപരമായ ഗ്രന്ഥങ്ങളെ നിങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നതായും അതിലൂടെ നിങ്ങൾക്ക് നോളജ് വർദ്ധിക്കുന്നതായും മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾ പുറന്തള്ളി നിൽക്കുന്നതായും, ഇപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ തന്നെയും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എനർജിയെ പുറന്തള്ളാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ടാരോ കാർഡ്സിൽ. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് കണ്ടല്ലോ, ഇവിടെ അത് തന്നെയാണ് ഏസ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നത്. എന്താണ്? ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ പുതിയതായിട്ട് എന്തോ സംരംഭം തുടങ്ങുന്നുണ്ട്. ഇവിടെ പുതിയതായിട്ട് നിങ്ങൾ ചില പ്ലാനുകൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നു, അതിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പതുക്കെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. കാരണം ഏസ് ഓഫ് സോഡ്സ് ആണ്, തുടക്കമാണ്. നിങ്ങൾക്ക് എന്തിൻ്റെയോ ഒരു തുടക്കം, പ്ലാനിങ്ങിൻ്റെ തുടക്കമാണ്, ചില കാര്യങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ തുടക്കം. മനസ്സിലായില്ലേ? ചിലപ്പോൾ വിദേശ യാത്ര ചെയ്യാനായിരിക്കും, ഫ്ലൈറ്റ് യാത്രയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം നിങ്ങൾ തുടങ്ങുന്നതാവാം. ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ പുതിയ ജോലിക്ക് പോകുന്നതും ആവാം, അല്ല എങ്കിൽ ധനം നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നത്, ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതാവാം. പുതിയതായിട്ട് എന്തൊക്കെയോ നിങ്ങൾ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാനാവാം. എന്തോ നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടെ എന്ന് കാണുന്നു. അതുതന്നെയാണ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. അത് നിങ്ങൾ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞില്ലേ, ക്ഷമയോടുകൂടി പോകൂ, അപ്പോഴാണ് നിങ്ങൾക്ക് അതിന് ക്ലാരിറ്റി ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്കിവിടെ ക്ലാരിറ്റി ലഭിക്കുന്നു. ഇനി അടുത്തായിട്ട് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സോഡ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈനാണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആക്സിലറേറ്റഡ് മോഷൻ പറഞ്ഞില്ല, ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രകാശം കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 8 ആണ് നമ്പർ എന്ന് പറഞ്ഞത്. ഇവിടെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി. കാരണം എന്താണ്? കഴിഞ്ഞുപോയ കാലത്തെ ഒരുപാട് മോശകരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കും. കാരണം നിങ്ങൾ കരഞ്ഞ് പ്രേ ചെയ്തിട്ടുണ്ട്, കരഞ്ഞ് വിളിച്ചിട്ടുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട്. എന്നെ ഇതിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണേ, ഞാൻ ഇത്രമാത്രം പാപിയാണോ, എനിക്ക് എന്നാണോ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന അവസ്ഥയിൽ നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു പഴയ കാലത്തേക്കാളും. ഇവിടെയും അത് തന്നെയാണ് ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ചലനം, മുന്നോട്ട് പോകാനുള്ള ആ പ്രകാശം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. പുതിയ ജന്മത്തിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയേലിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട് ധാരാളമായിട്ട്. ഒരു പുതു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്ക് കാഹളം ഊതുകയാണ്. പുതിയൊരു ജന്മത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് ഇനിയൊരു ജന്മം കൂടി തരൂ എന്ന് യാചിക്കുമ്പോൾ ഇവിടെ ഈ മാലാഖ ഇവിടെ കാഹളമൂതുകയാണ്. അതെ, നിങ്ങൾക്കത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പുതിയൊരു വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു പുതിയ ലൈഫിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു, പുതിയൊരു ജന്മത്തിലേക്ക്. ഈ ഒരു പുതിയ ജന്മം എന്ന് പറയുന്നത് എന്താണ്? ഇത് വേൾഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പുതിയ ജന്മം എന്ന് പറയുന്നത് എന്താണ്? ക്ഷമയോടുകൂടി പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. കാരണം എന്താണ്? ക്ഷമയോടുകൂടി പോവുക എന്ന് പറയുമ്പോൾ പലതും പഠിച്ചു കഴിഞ്ഞു. ക്ഷമയില്ലാത്തത് നിമിത്തം
ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെ മുഴുവനും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന പരാജയങ്ങളിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പുതിയ ജന്മം ലഭിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വളരെ സന്തോഷകരമായിട്ട് പോകാൻ സാധിക്കും. മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് നിങ്ങളിവിടെ. നിങ്ങളുടെ ആ ഒരു ജന്മം ഇവിടെ എൻഡായിട്ട് പുതിയൊരു ജന്മത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കേസുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിടുതൽ ലഭിക്കുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം, ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ മുന്നോട്ടുള്ള വരവിൽ എന്താണ്, നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ്, അതായത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. വീണ്ടും പുതിയ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനം, ജീവിതത്തിൽ തന്നെ ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, വളരെ നല്ല അനുഗ്രഹമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഇവിടെ അത് തന്നെയാണ് ആർക്കേഞ്ചലിൻ്റെ ബ്ലെസ്സിങ് ആണ്. വളരെ പ്യുവറായിട്ടുള്ള നിഷ്കളങ്കമായ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉള്ളതായാലും നെഗറ്റീവായിട്ടുള്ളതുമായ ആൾക്കാരെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്കൊരു സക്സസ് നേടാൻ സാധിക്കുന്നു. പുതിയ ജോലികളിലേക്കുള്ള പ്രവേശനം, അത് എവിടെയായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നു. ചിലപ്പോൾ ചില ആൾക്കാരുടെ നോ കോണ്ടാക്ട് ആയിട്ട് കഴിയുന്നവരുടെയൊക്കെ റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നിച്ച് വീണ്ടും കൂടി ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു. ഇവിടെ കൂടുതലായിട്ട് സ്നേഹം ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ വലിയ ചിറകുകളുള്ള മാലാഖയുടെ അനുഗ്രഹമാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വലൈസ് ചെയ്ത് കൊടുത്തും വാങ്ങിച്ചും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞും പരിഹരിച്ചും, പ്രശ്നങ്ങളെ പരിഹരിച്ചും, സ്വയം ഹീൽ ചെയ്തും പരസ്പരം ഹീൽ ചെയ്യുക, അങ്ങനെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക, അത്തരത്തിലുള്ള ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇത് വേൾഡാണ്. പലരും വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. ഇവിടെ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം, ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹം, ഇവിടെ പല കാര്യങ്ങൾക്കും ഇവിടെ തുടക്കമാണ്. എൻഡായിട്ട് ചിലതൊക്കെ എൻഡായിട്ട് വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട് ഈ കാര്യങ്ങളിൽ. ഇവിടെ എല്ലാം നല്ല ബ്ലെസ്സിങ് ഉള്ള കാർഡ്സാണ് ഇവിടെ എല്ലാം വന്നിട്ടുള്ളത്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് വളരെയധികം സ്ട്രെങ്ത് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ 8 എന്നുള്ള നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ വളരെയധികം സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് കണ്ടില്ലേ, ഫ്രീഡം കിട്ടുന്ന അവസ്ഥ. എന്തുകൊണ്ട്, എപ്പോഴാണ് ഫ്രീഡം കിട്ടുന്നത്? നിങ്ങളുടെ ജീവിതത്തിലൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥ വരുന്നത് എപ്പോഴാണ്? പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് അതിനെയെല്ലാം വെല്ലുവിളിച്ച് മുന്നോട്ട് വരുമ്പോഴാണ്, അല്ലേ? എല്ലാവിധത്തിലൊരു നാനാ വഴിക്കും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് മുന്നോട്ടൊരു വിജയിയാകാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീഡം ലഭിക്കുന്നത്. അവിടെ കൂടെ തന്നെ നിങ്ങളിലേക്ക് ഹെൽത്തുണ്ട്, വെൽത്തുണ്ട്, അത്തരത്തിലുള്ള നല്ല എനർജിയുമായിട്ട് നിങ്ങളിവിടെ കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പല പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ആകർഷിച്ച് വരികയാണ് പല കാര്യങ്ങളും. ചില വ്യക്തികളാവാം, നല്ല ചില വ്യക്തികളുടെ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. സാമ്പത്തികപരമായാലും സ്നേഹത്തിൻ്റേതായാലും ചില നല്ല സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം. അതും എല്ലാ കാര്യങ്ങളോടും കൂടിയ ചില സാഹചര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇവിടെ കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ പ്രോസ്പെറിറ്റി തരുന്നതാണ്. നിങ്ങൾക്കൊരു വിലയും നിലയും ഒക്കെ ലഭിക്കുന്നതാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് വിലയും നിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചുറ്റിനും പല കാര്യങ്ങളുമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനെല്ലാം മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മൂൺ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് കണ്ടില്ലേ, ഇവിടെ പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ചേഞ്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് വേൾഡ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചേഞ്ചാണ് വരാൻ പോകുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഹൃദയപരമായ ഇമോഷൻസ്. മൂൺ എന്തിനെയാണ് കുറിക്കുന്നത്? നവഗ്രഹങ്ങളിൽ 2ാമത്തെ ഗ്രഹമാണ് മൂൺ എന്തിനെയാണ് കുറിക്കുന്നത്?
ഹൃദയപരമായ ഇമോഷൻസിന് അത്തരത്തിലുള്ള ഇമോഷൻസിന് നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ നല്ലൊരു മാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? പൈനാപ്പിൾ. ഇവിടെ റീകൺസിലേഷൻ കണ്ടില്ലേ? ഇവിടെ പിരിഞ്ഞു പോയവർ തമ്മിലുള്ള റീകൺസിലേഷൻ, ഇവിടെ റീയൂണിയൻ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നോ കോണ്ടാക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഇവിടെ റീയൂണിയൻ സംഭവിക്കാം, റീകൺസിലേഷൻ നടക്കാൻ പോകുന്നു. വീണ്ടും ഒന്ന് ചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബ്രെഡ്, നമ്മുടെ പീരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ്. ഞാൻ ഇവിടെ പറഞ്ഞ എന്താണ്? ഇവിടെ പ്രോസ്പെറിറ്റി അബണ്ടൻസ് വരുന്നുണ്ട്, ഇവിടെ പ്രോസ്പെറിറ്റി ഉണ്ട്, ഇവിടെ പ്രോസ്പെറിറ്റി അബണ്ടൻസ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് എല്ലാം ടെമ്പറൻസ് ഒക്കെ എന്താണ്? പ്രോസ്പെറിറ്റി അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. വളരെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഞാനിവിടെ പറഞ്ഞില്ലേ, ഇവിടെ പ്രോസ്പെറിറ്റി അബണ്ടൻസ് വരുന്നത് എന്താണ്? ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ, ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, അതാണ് പറഞ്ഞിരിക്കുന്നത്. അബണ്ടൻസ്, പ്രോസ്പെറിറ്റി, ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. പേഷ്യൻ്റായിട്ടിരിക്കൂ, ക്ഷമയോടുകൂടി ഇരിക്കൂ. അങ്ങനെ പലതും പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പല വിധത്തിലുള്ള ഗുഡ് ന്യൂസും വരുന്നുണ്ട്. ഇയറാണ് വന്നിരിക്കുന്നത്. ഗുഡ് ന്യൂസ് കണ്ടില്ലേ? ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സമയം അടുത്തിരിക്കുന്ന ആരെങ്കിലും വിളിച്ച് നിങ്ങളോട് ഗുഡ് ന്യൂസ്, നിങ്ങൾ ചിലപ്പോൾ അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളത് എടുത്തു പറയാം. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് നോക്കിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനുള്ള സാഹചര്യം അടുത്തു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വിൻചിംസ്, അത് പീസ് ആൻഡ് ഹാർമണിയാണ് വന്നിരിക്കുന്നത്. പീസ് ആൻഡ് ഹാർമണി എന്ന് പറയുമ്പോൾ എന്താണ്? സമാധാനപരമായും ഐക്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും. സമാധാനത്തോടും സന്തോഷത്തോടും ഐക്യത്തോടും കൂടി ഉള്ള ഒരു കുടുംബം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ളത്, കൂടി ചേർന്നിരിക്കുമ്പോൾ സന്തോഷം തരുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അവിടെ സമാധാനം, സന്തോഷമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് കാണുന്നത്. ഡെസ്ക്, പേ അറ്റൻഷൻ ടു യുവർ വർക്ക്. ഇനി ഇപ്പോൾ നിങ്ങൾ ഡെസ്ക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ എന്ത് ജോലി ചെയ്തിരിക്കുന്നോ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ശ്രദ്ധ അതിന് കൊടുക്കണം. ആ ഒരു ലക്ഷ്യബോധം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലർക്കും ഹാപ്പിനെസ് വരുന്നുണ്ട് എന്നുള്ളതും ഇവിടെ കാണുന്നു. നമുക്ക് കൃഷ്ണ സർക്കിൾസ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. രണ്ട് കാർഡ്സ് എടുക്കുക. ബിലീഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിലീഫ്, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ആക്ട്. ഹി വിൽ ഹെൽപ്പ് യു ആൻഡ് ആൾ യുവർ പെയിൻസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് വിൽ ഗോ ആക്ട് നൗ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം വേണം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും വിശ്വസിച്ചില്ല. കാരണം എന്താണ്? നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങളെന്താണ് പിന്നീട് നെഗറ്റീവ് അടിച്ച് വീണ്ടും വന്നിരുന്ന് എഴുതും, എനിക്കിതൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. തീർച്ചയായിട്ടും പറയുന്നവരുണ്ട്. പല വീഡിയോസിൻ്റെയും താഴെ കമൻ്റ് ഇടും, എനിക്കിതൊന്നും ലഭിക്കുന്നില്ല, നിങ്ങൾ കുറേ കാലം കൊണ്ട് പറയുന്നല്ലോ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങൾക്കൊരു വിശ്വാസം വേണം. നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്കും ചെയ്യണം. മനസ്സിലായോ? ദൈവത്തിലൊരു നല്ല വിശ്വാസം വേണം. ദൈവത്തിലൊരു നല്ല വിശ്വാസം ഉണ്ട്. നിങ്ങൾ ഹാർഡ് വർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും, യാതൊരു സംശയവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഹാവ് ഫേം ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ആക്ട്. നിങ്ങളുടെ പ്രവൃത്തികളിലും ദൈവത്തിലും നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്കത് വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ വിശ്വാസമാണ് എല്ലാം. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വസിക്കുക, അതിന് നിങ്ങളുടെ പ്രവൃത്തിയെ വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ വേണം ഇന്നത്തെ ദിവസം തൊട്ട് മുന്നോട്ട് പോകാൻ. മടി പിടിച്ചിരിക്കുന്നവരെല്ലാം ഉണരുക.
കേട്ടോ. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അടുത്തത് ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി ഒരിക്കലും പ്രകോപിപ്പിക്കരുത്. അതിനെ ഉത്സാഹിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ ഇവിടെ ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് ഓർ സേയിങ് റോങ് തിങ്സ്. ഇവിടെ നിങ്ങൾ പറയാൻ പാടില്ല, നെഗറ്റീവായ കാര്യങ്ങൾ പറയാൻ പാടില്ല, നെഗറ്റീവായ പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് പോകുന്നതാണ്. സന്തോഷം നിങ്ങൾക്ക് വേണോ? തീർച്ചയായിട്ടും നിങ്ങൾ മൈൻഡ് പോസിറ്റീവായിട്ട് വെക്കൂ. ആ പോസിറ്റീവായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മുഖം വീർപ്പിച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ മുഖം ഡാർക്കാവും. മനസ്സിലായില്ലേ? അപ്പോൾ കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്തോ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആരെ കണ്ടാലും നിങ്ങൾ എന്താണ്, ചിരിക്കാൻ ശ്രമിക്കുക. സന്തോഷം, ഒരു പുഞ്ചിരി കൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടം വരാനില്ല. പക്ഷേ ആ പുഞ്ചിരി നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരണം. അല്ല വെറുതെ മുൻപല്ല് കൊണ്ട് ചിരിച്ച് അണപ്പല്ല് കൊണ്ട് ഞെറുമുക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് പാടില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ ശരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ നിഷ്കളങ്കമായ ഒരു മനസ്സാണ്, അവിടെ നിന്നാണ് ഈ നല്ല ഒരു പുഞ്ചിരി വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങൂ, പോസിറ്റീവായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടൂ. ഇതാണ് പറയുന്നത്. മനസ്സിലായി? എന്നാൽ ചോദിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കിടക്കട്ടെ. ആ ഒരു പണ്ട് കഴിഞ്ഞു പോയ കാലത്തെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെപ്പാടെ നെഗറ്റീവായിട്ടിരിക്കുക. അതേസമയത്ത് അതിനെക്കുറിച്ചൊന്ന് മാറ്റിവെച്ചിട്ട് തൽക്കാലത്തെ അവസ്ഥയിൽ നിങ്ങൾ സന്തോഷിച്ചിരിക്കുക. അതാണ് പറയുന്നത്. കൃഷ്ണാസ് ഒറക്കിൾസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക. മനസ്സിലായില്ലേ? നിങ്ങളിവിടെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുകൊണ്ടുള്ള പ്രയോജനം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്, ഉപേക്ഷ വിചാരിക്കരുത്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം വീണ്ടും ആശംസിക്കുന്നു, നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.